സോ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ ഞാനൊരു കുട്ടി ഇൻട്രൊഡക്ഷൻ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ എന്തിനാണെന്നുള്ളതും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്, വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം യൂട്യൂബിലൊന്നും വീഡിയോ ഒന്നും ഇടാതെ ഇപ്പോൾ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ക്യാമറ നോക്കി സംസാരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോങ് ആണ്. കൂടുതൽ തന്നെ എനിക്ക് ബോറടിച്ചേക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്, കാരണം കുറേ ടൈം എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. സോ നമുക്ക് ആ വീഡിയോ കാണാം. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചാനലിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം നമ്മളെ അറിയാം. ബട്ട് സ്റ്റിൽ എൻ്റെ സ്വന്തം ചാനലാണ്. നമ്മൾ ചേച്ചിയും അമ്മയും എല്ലാവരും കൂടി തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് വേറെ പണിയില്ലാത്തതുണ്ട്, ഐ മീൻ ജോലി ചെയ്യുന്നുണ്ട്, വേറെ ഒരു പണി ഇല്ലാത്തതുണ്ട്, ഐ മീൻ ടൈം പാസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് തുടങ്ങിയതാണ്. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും, സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കൂടെ പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ കേസിൻ്റെ മോള് അച്ഛൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട്. എന്താണെങ്കിലും ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജസ്മിത, അമ്മൂന്ന് എല്ലാവരും വിളിക്കും. ഞാനിപ്പോൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം ടെസ്റ്റ് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ടെസ്റ്റ് എഞ്ചിനീയർ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കല്യാണം വന്നിക്കാം. എന്തായാലും ഒന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് കൂടി ചെയ്യാൻ വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ ഇപ്പോൾ എന്നെ പറ്റി പറയാൻ. പിന്നെ എൻ്റെ ചേച്ചി, അവൾ സിവിൽ എഞ്ചിനീയർ ആണ്. അവളിപ്പോൾ UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ അച്ഛനൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കാണുവാൻ എല്ലാവർക്കും അറിയത്തില്ല. പിന്നെ നമുക്ക് ഭാവിയിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ചെയ്യാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരെ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഏകദേശം ഒരു കോവിഡിൻ്റെ സമയത്ത്. അമ്മ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടല്ലോ, അപ്പോൾ അമ്മ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ഫേസ്ബുക്കിലിടും. ആ ടൈമിൽ കുറേ പേര് റെസിപ്പി എന്താ ചോദിച്ച് മെസ്സേജ് അയക്കും. അങ്ങനെ കുറേ പേര് കസിൻസ് എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. ആ സമയത്ത് യൂട്യൂബ് ചാനൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ തുടങ്ങി വരണം. പക്ഷേ ആദ്യമൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പോയെങ്കിലും പിന്നെ വ്യൂസ് അങ്ങോട്ട് പോകാഞ്ഞപ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയിട്ട് നിർത്തി. പിന്നെ എനിക്ക് ജോലിയൊക്കെ ആയി, അങ്ങനെ ആ ഒരു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഞാൻ ജോലി കിട്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി ചെയ്താൽ മതി എന്നുള്ളതാണ്, ഇതിനൊന്ന് ഫോക്കസ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. അപ്പോഴും വീഡിയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇടായിരുന്നു. പിന്നെ ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറേ പഠിക്കുന്നുണ്ടായിരുന്നു, വേറെ കുറേ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് ഇതിനൊന്നും ടൈമില്ലായിരുന്നു. മാത്രമല്ല അവിടെ എൻ്റെ ഒരു ബോർഡിങ് ലൈഫായിരുന്നു. പിന്നെ ഇവിടെ അമ്മയും ചേച്ചി അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം എടുക്കാറില്ല, അപ്പം യൂട്യൂബ് ചാനൽ അങ്ങനെ പൊടി പിടിച്ച് കിടക്കായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. ചുമ്മാ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ തുടങ്ങിയതാണ്. പിന്നെ ചേച്ചി പറയുന്നുണ്ട് അവിടുന്ന് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പോൾ അത്ര ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേറൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന റൂംമേറ്റ്, എൻ്റെ ഫ്രണ്ട്, ഓളുടെ വെഡിങ് ആയിരുന്നു. സംഭവം ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, അവരുടെ കല്യാണം വരെ എത്തി. അത് കൂടാൻ വേണ്ടി ഞാൻ പാലക്കാട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല ലൈറ്റിംഗ് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇത്രയും നല്ല ലൈറ്റിംഗ് ഒന്നുമില്ല വീട്ടിൽ. സോ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇവിടെ ചെറിയ റിംഗ് ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അതുകൊണ്ട് എനിക്ക് കാര്യമില്ല. സോ ഇനി ഇത്ര നല്ല ലൈറ്റിംഗ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു ഇൻട്രൊഡക്ഷൻ വീഡിയോ. പിന്നെ ഈ ചാനൽ കൊണ്ട് എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ് ഈ വീഡിയോ തുടങ്ങിയത്. സംഭവം എനിക്ക് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം ഭയങ്കര ആഗ്രഹം. പക്ഷേ ഒരു റുട്ടീനിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല, എപ്പോഴും മാറി പോകും. ബട്ട് കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഡെയിലി വ്ലോഗൊക്കെ ചെയ്താൽ എനിക്ക് എൻ്റെ റുട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആകുമെന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇതുവരെ ഞാൻ ആ ഒരു ട്രാക്കിൽ എത്തിയിട്ടില്ല. ഓൾറെഡി കണ്ണെഴുതാൻ അറിയില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടി ചെയ്തപ്പോളാവും. കണ്ടില്ലേ, നല്ല നല്ല ശീലങ്ങൾ തുടങ്ങുക. അയ്യോ കൊളായി. നിങ്ങളെ നല്ലതാക്കുക, ഞാനും നല്ലതാവും.
ഐ എം നോട്ട് എൻ ആർട്ടിസ്റ്റ്. അതുകൊണ്ട് എനിക്കറിയില്ല ഇതൊന്നും എങ്ങനെ ചെയ്യുന്നത്. ചേച്ചിയുള്ളപ്പോൾ അവൾ എന്നെ കണ്ണ് എഴുതി തരാറ്. അന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് മാറ്റങ്ങളുണ്ട് ലൈഫിൽ. അന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഗോൾസ് ഉണ്ടായിരുന്നു ലൈഫിൽ. അത് ചെയ്യണം ഇത് ചെയ്യണം, എന്താ പറയുക, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്. അന്നത്തെ തുടങ്ങുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഇടുകയെന്ന് മാത്രമല്ല, ഫിനാൻഷ്യലി ലൈക്ക് ഇത് മോണിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ. ബട്ട് അതിൻ്റെ ഇടയിൽ അത് പോയി. പിന്നെ ഞങ്ങൾ ചേച്ചിക്കും എനിക്കും, ചേച്ചി അന്നാ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കും കൂടെ ജോലി ആയി കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് തീർത്തു ചെയ്യാനുള്ളതൊക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റക്കായിരുന്നു. കാരണം ബാംഗ്ലൂർ പോകുന്നത് വരെ ബാംഗ്ലൂർ പോകണം എന്നായിരുന്നു. ഐ മീൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അതൊക്കെ പഠിക്കണം. ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഒന്നുകിൽ കുഞ്ഞമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അടുത്ത് അങ്ങനെ നിന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വെളിയിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ആംസ്റ്റർഡാം. എൻ്റെ അടിയിൽ നിന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് പേടിയായിരുന്നു, എന്താവും ഞാൻ അവിടെ പോയായിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ബാംഗ്ലൂർ പോവാം എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ബാംഗ്ലൂർ വരെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല, സത്യം പറയാലോ. എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ കച്ചിലായിരുന്നു എപ്പോഴും. ലാസ്റ്റ് എങ്ങനെയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു നാട്ടിൽ വരാന്നുള്ളതായി ഗോൾ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് 2.5 years എടുത്തു. പിന്നെ അതിനിടയിൽ ഫസ്റ്റ് PG നിന്നത്. അവിടുന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു. ആ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റിൻ്റെ കല്യാണമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു. അതുവരെ അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ അവിടെ വെച്ചിട്ട് കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു ലൈഫിൽ. പിന്നെ അപ്പോൾ എൻ്റെ ഒരു ഗോൾ നാട്ടിൽ വരണം. ചേച്ചി ഇവിടെ എപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പോയി കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും ചെല്ലാനൊക്കെ ആരും കാണില്ലല്ലോ നാട്ടിൽ. ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നാട്ടിലേക്ക് മാറും എന്നുള്ളത് അപ്പോഴത്തെ ഗോൾ. അങ്ങനെ നാട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തു. അപ്പം നാട്ടിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആ ഒരു പേ സ്കെയിലിനെ മാച്ച് ചെയ്യുന്നില്ലായിരുന്നു ഒരു കമ്പനി. പക്ഷേ പിന്നെ എനിക്ക് ഓർമ്മ എന്തോ പഠിക്കുന്ന നല്ലൊരു കമ്പനിയിൽ എനിക്ക് കിട്ടി. ഫസ്റ്റ് ഞാൻ ആ കമ്പനി ചെല്ലുമ്പോൾ ഈ കമ്പനിയോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ MNC-യിലാണ് തുടക്കം മുതലേ വർക്ക് ചെയ്തത്. MNC-യിലുള്ള കൂടുതലും വർക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ കമ്പനി കയറി കഴിഞ്ഞപ്പോൾ MNC ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് അടിപൊളി കമ്പനിയാണ്. പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഒരു പേ മാച്ച് ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു ഗോൾ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ള ഗോൾസൊക്കെ എനിക്കിപ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്കൊന്ന് നടന്ന് പൊക്കോളെന്ന് അറിയാമായിരുന്നു. അപ്പോൾ യൂട്യൂബ് എൻ്റെ മൈൻഡിൽ വന്നത്. ഓക്കെ ലെറ്റ്സ് സീ. പിന്നെ ഞാൻ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫസ്റ്റൊക്കെ ചാനൽ തുടങ്ങുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ലൈക്ക് എങ്ങനെയാ അതൊന്നും ഞാൻ ഒട്ടും കോൺഫിഡൻറ്റും അല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ സംസാരിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. അത് പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. കൺവെൻഷൻ്റെ എഴുതിയാൽ മൊത്തം പടരും. അതുകൊണ്ടാണ് ഇത് തോന്നുന്നത്. സാരി നോക്കാറില്ല. ഞാൻ ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി സാരി ഉടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊന്നും പഠിച്ചിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത്. ഫസ്റ്റ് ടൈം അല്ല, മറ്റേതിങ്ങനെ അച്ഛൻ്റെ അമ്മയും ചേച്ചി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലയക്കണം. അല്ല എൻ്റെ ഫിയാൻസി ഉണ്ട്. എൻ്റെ ഫിയാൻസി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഞാൻ അവൻ്റെ പേര് എന്ന് പറയാം ജോജു. ഞാൻ വിളിക്കുന്ന ജോജു. അവൻ്റെ പേര് ജോബിനാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിലും അവൻ കാണും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ജോജോ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഫിയാൻസി നമ്മൾ പറയില്ല. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, അവർക്ക് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ നമുക്ക് ഷോപ്പിംഗ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും വെളിയിൽ പോസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ടൈപ്പിലല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടി ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ നിർത്തും. ഇനി എന്താ പറയേണ്ടത്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. കുറേ കൂടി എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ റുട്ടീനെ പറ്റിയും അതും ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റില്ല. ഓഫ്കോഴ്സ് 9 to 5, 9 to 6 വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 9 to 8 ആയിരിക്കും അത്. അപ്പോൾ അതിനിടയിൽ ഇത് കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഓഫ്കോഴ്സ്. പക്ഷേ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, വർക്കല്ല. സോ ഐ തോട്ട് ഐ ഡു ദിസ്.
പിന്നെ എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ചാലഞ്ചാണ്, നിർത്താതെ ചെയ്യുക. ഈവൻ വ്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് 300 200 വ്യൂസ് ഒക്കെ ഉള്ളെങ്കിലും ഞാൻ അത് നിർത്തൂലാണ് ഞാൻ നേരത്തെ തീരുമാനിച്ചത്. കാരണം ഞാൻ നേരത്തെ ഒരു വട്ടം നിർത്തിയാൽ ഐ റിയലി റിഗ്രറ്റ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ നിർത്തില്ല, നേരത്തെ തീരുമാനിച്ചതാണ്. മേക്കപ്പ് എൻ്റെ ഒരു ഏരിയല്ല, പക്ഷെ കുഴപ്പമില്ലല്ലോ, എനിക്ക് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ലേ. ആദ്യമൊക്കെ ഇത്ര വലിയ കമ്മലൊക്കെ ചെറുതിലെ ഡാൻസ് പ്രോഗ്രാം കിട്ടി. പിന്നെ ആരുടെ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ മാറ്റി. തുടച്ചു കളഞ്ഞിട്ട് പോകുന്നില്ല, മേക്കപ്പ് റിമൂവ് എടുത്തിട്ടില്ല, വാസ്ലിനില്ല, ഒന്നുമില്ല. പിന്നെ ചെയ്യാനുള്ളത് മസ്കാര. ഇതെൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. വരുമ്പം വിചാരിച്ചത് മിനിസോയിൽ കയറിയിട്ട് ഒരു ഐലാഷസ് വാങ്ങണം, നല്ല ഭംഗിയുണ്ട്. അപ്പം എന്താ പറയാനുള്ള വെച്ചാൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ടൈം വേസ്റ്റ് ഒക്കെ ഇരിക്കാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. എങ്ങനെ പറയണ്ടേ എന്ന് പറയും. ഓക്കെ, ഡു സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ ബൈ. ഈ ഉടനെ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ വീഡിയോ ചിലപ്പോൾ 30 വരെ കണക്കുള്ളായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെയിലി ഇടുന്ന ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാക്കി, പക്ഷെ ഇതൊരു രസമില്ലല്ലോ ഇതിനകത്ത് ഇട്ടിട്ട്. മുമ്പ് ഇട്ടതായിരുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. ഇത് ചെയ്യൂ, എൻ്റെ ഫേവറേറ്റ്. മെസ്സി മെസ്സി മെസ്സി. കഴിഞ്ഞില്ലേ, ഇന്ന് ഒരുക്കം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഒരു പൊട്ടും കൂടി, പൊട്ടിക്കുന്ന പൊട്ടെടുക്കാൻ മറന്നു വെച്ചു. അപ്പോൾ കറക്റ്റ് വട്ടം തൊടാൻ അറിയത്തുമില്ല. നിങ്ങൾക്ക് കാണിച്ചു വെക്കാം, ഞാനെല്ലാം വിളയണപ്പില്ല. ഇനി ഞാൻ ഒരു കാര്യം കാണിക്കാം. ഞാൻ ആദ്യമായിട്ടത് ഉപയോഗിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് ഇടുന്നതാണ് ചടൻ. again പറയാണ്, if you are seeing this video for the first time or if you are seeing my channel, our channel for the first time, subscribe ചെയ്യുക. Okay, see you soon as always.